അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ് ടു ഓൾ ആൻഡ് ഐ ആം ചൂച്ചാസ്. ഇന്ന് ജനുവരി 11 ജമാദുൽ അവൽ 27. പ്രിയ ശ്രോതാക്കൾക്ക് റിയാദ് മസാഫി വാട്ടർ സ്പോൺസർ ചെയ്യുന്ന ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജപ്പാനിൽ കൊറോണ വൈറസിൻ്റെ മാരക പുതിയ വകഭേദം കണ്ടെത്തി. ടോക്കിയോ നഗരത്തിൽ അടിയന്തരാവസ്ഥ. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് നിർദ്ദേശം. ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം ഇന്ന്, വോട്ടെടുപ്പ് ബുധനാഴ്ച. പുറത്താക്കൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സ്പീക്കർ നാൻസി പെലോസി. യമനിലെ വിമത സൈന്യമായ ഹൂത്തികളെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി അമേരിക്ക. അബ്ദുൾ മലിക് അൽ ഹൂത്തി, അബ്ദുൾ ഖാലിഖ് അൽ ഹൂത്തി, അബ്ദുല്ലാഹ് അൽ ഹക്കീം എന്നിവരെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം. കുവൈറ്റിൽ ഇനി മുതൽ ഗൾഫ് പൗരന്മാർക്ക് വർക്ക് പെർമിറ്റ് എടുക്കുന്നതിന് 10 കുവൈത്തി ദിനാർ ഫീസ് ഈടാക്കാൻ തീരുമാനം. സൗദി അറേബ്യയിൽ 540 ഉംറ കമ്പനികൾക്ക് വിലക്ക്. വിദേശ തീർത്ഥാടകർ യഥാസമയം നാട്ടിലേക്ക് തിരിച്ചു പോകാത്തതിനെ തുടർന്നാണ് ഇത്രയും കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതും ഒരു യാത്രക്കാരന് 25,000 റിയാൽ വീതം പിഴയും ചുമത്തിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇന്ത്യയും അമേരിക്കയും നിരോധനം ഏർപ്പെടുത്തിയിട്ടും ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസിൻ്റെ ടിക്ടോക്ക് 2020 വമ്പൻ ലാഭം കൊയ്തതായി റിപ്പോർട്ട്. ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും പിന്തള്ളി $540 മില്യൺ ലാഭിച്ചത്. ടിൻഡർ 2ാം സ്ഥാനത്തും യൂട്യൂബ് 3ാം സ്ഥാനത്തുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ട്രംപിൻ്റെ ട്വീറ്റുകൾക്ക് സ്ഥിരമായി വിലക്കേർപ്പെടുത്താൻ തീരുമാനമെടുത്തത് ഇന്ത്യൻ വംശജയായ ട്വിറ്ററിൻ്റെ നിയമകാര്യ മേധാവി വിജയ് ഖഡെ എന്ന് റിപ്പോർട്ടുകൾ. സൗദിയെയും ബഹ്റൈനെയും യോജിപ്പിക്കുന്ന കിങ് ഫഹദ് ക്രോസ്വേയിലെ PCR പരിശോധന നിർത്തിവെക്കാൻ തീരുമാനം. അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ വെടിവെപ്പ് പരമ്പര. 3 മരണം, 4 പേർക്ക് പരിക്ക് പറ്റിയതായും റിപ്പോർട്ടുകൾ. വിശുദ്ധ ഹറം മുഅദ്ദിൻ ഷെയ്ഖ് ഫാറൂഖ് ഹദ്റായിയെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ പവർ ഗ്രിഡിലുണ്ടായ തകരാറിനെ തുടർന്ന് രാജ്യം ഇരുട്ടിലായതായും ഇന്റർനെറ്റ് സേവനമടക്കം താറുമാറായതായും റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ സാധാരണ നിരയിലായതായും ഇസ്ലാമാബാദിൽ നിന്നും റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ 5 പവൻ വരെ സ്വർണം വാങ്ങുന്നവർക്ക് KYC വേണ്ടെന്ന് കേന്ദ്ര നിർദ്ദേശം. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്നവർക്കാണ് ഡിസംബർ 18 പുറത്തിറക്കിയ പുതിയ നിയമമെന്നും വിശദീകരണം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 2.5 കിലോ സ്വർണം പിടികൂടി. 2 പേർ പിടിയിൽ. അനധികൃത സിം കാർഡ് വിൽപ്പന നടത്തിയ 7 ഇന്ത്യക്കാരെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ പക്കൽ നിന്നും 3224 സിം കാർഡുകളും 6 വിരലടയാള മെഷീനുകളും 16 മൊബൈൽ ഫോണുകളും കണ്ടെത്തിയതായും 4060 റിയാൽ പിടിച്ചെടുത്തതായും റിയാദ് പോലീസിൻ്റെ വിശദീകരണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഡോക്ടർ കോവിഡ് ബാധിച്ച് ഇന്നലെ മരണമടഞ്ഞു. ജിദ്ദയിൽ വിദേശിയെ ആക്രമിച്ച് 1,40,000 റിയാൽ കവർന്ന 4-അംഗ പാകിസ്ഥാനി സംഘത്തെ മക്ക പോലീസ് അറസ്റ്റ് ചെയ്തതായി മേജർ ജനറൽ മുഹമ്മദ് അൽ ഗാംദി. സ്വർണ്ണവിലയിൽ ഇന്ന് വൻ ഇടിവ്. പവന് 36,720 രൂപ. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഹിന്ദു ഭീകരൻ ഗോഡ്സെയെ രാജ്യസ്നേഹിയായി ചിത്രീകരിക്കുന്ന പ്രസംഗങ്ങളും ലേഖനങ്ങളുമായി ഹിന്ദു മഹാസഭ. കനത്ത എതിർപ്പുമായി കോൺഗ്രസും രംഗത്ത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് സിറാജിന് നേരെ സിഡ്നിയിൽ വംശീയ അധിക്ഷേപം. രൂക്ഷ വിമർശനവുമായി ക്യാപ്റ്റൻ കോഹ്ലിയും സാമൂഹ്യ മാധ്യമവും രംഗത്ത്. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സമനിലയിൽ. കേരളത്തിലെ വിവാദമായ വാളയാർ കേസ് CBI അന്വേഷിക്കും. 24 മണിക്കൂറിനിടെ അമേരിക്കയിൽ നിന്നും 2,02,606 പേർക്ക് കോവിഡ് ബാധയും 1,718 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് ബ്രിട്ടനിൽ നിന്നും 54,940 പേർക്ക് രോഗബാധയും 563 മരണവും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നും 8,692 പേർക്ക് രോഗബാധയും 214 മരണവും ഇന്ന് റിപ്പോർട്ടിൽ പറയുന്നു.
എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നിന്നും 16,311 പേർക്ക് രോഗബാധയും 161 മരണവും റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 3,110 പേർക്ക് രോഗബാധയും 20 മരണവുമാണ്. 3,922 പേർക്ക് രോഗമുക്തിയായതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനകം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംഖ്യ 3,322 ഉയർന്നു. പിതാവിൽ നിന്നും പണം തട്ടാൻ വേണ്ടി 10 വയസ്സുകാരനെ കൊന്ന് ചാക്കിൽ കെട്ടി ഡൽഹിയിൽ 12ഉം 17ഉം വയസ്സുള്ള 2 പ്രതികൾ പിടിയിൽ. കടക്കാവൂരിലെ അമ്മയ്ക്കെതിരെ പോക്സോ കേസ് IG ഹർഷിത അട്ടല്ലൂർ അന്വേഷിക്കും. വാക്കുതർക്കത്തെ തുടർന്ന് കൊല്ലം അഞ്ചലിൽ കൊരക്കോൺമടവൂർ കോളനിയിലെ രാജപ്പൻ മകൻ സതീഷിൻ്റെ വെട്ടേറ്റ് മരിച്ചതായി റിപ്പോർട്ട്. മാംസങ്ങളിലുള്ള ഹലാൽ സാക്ഷ്യപത്രം നിരോധിക്കണമെന്ന ആവശ്യവുമായി സ്വദേശി ജാഗരൻ മഞ്ച് രംഗത്ത്. വയനാട് മേപ്പാടി സ്വദേശി കൊമ്പൻ അബു KM ഹൃദയാഘാതം മൂലം ഇന്നലെ റിയാദിൽ മരണമടഞ്ഞതായി റിപ്പോർട്ടുകൾ. കൊച്ചിയിലെ പാലാരിവട്ടം ചിക്കിങ് ഹോട്ടലിലെ ശുചിമുറിയിൽ ഒളിക്യാമറ. ജീവനക്കാരൻ പാലക്കാട് സ്വദേശി വേലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്ലിങ്ങളോട് മാപ്പ് പറഞ്ഞ് PC ജോർജ്. തൻ്റെ വാക്കുകൾ മുസ്ലിങ്ങളെ വേദനിപ്പിച്ചതിൽ വളരെയധികം ഖേദിക്കുന്നതായും ജോർജ് MLA. തൊഴിലിൽ നിന്നും പിരിച്ചുവിട്ടതിൻ്റെ മനോവിഷമത്താൽ തിരുവനന്തപുരം ചെമ്പക്കം സ്കൂൾ ജീവനക്കാരനായ മരതൂർ ശ്രീകുമാർ ആത്മഹത്യ ചെയ്തു. BJP കേന്ദ്ര നേതൃത്വത്തിന് 10 ദിവസം നൽകി ശോഭാ സുരേന്ദ്രൻ. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന മുന്നറിയിപ്പും. പശ്ചിമേഷ്യയിലെ കോവിഡ് രോഗം നോക്കുമ്പോൾ ഇന്ന് സൗദി അറേബ്യയിൽ നിന്നും 140 പേർക്ക് കൂടി കോവിഡ് ബാധയും 4 മരണവും റിപ്പോർട്ട് ചെയ്തപ്പോൾ 158 പേർക്ക് രോഗമുക്തിയും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് റിയാദിൽ നിന്നും 43 പേർക്കാണ് രോഗബാധ സ്ഥിരീകരണം. എന്നാൽ UAEയിൽ നിന്നും ഇന്ന് 2,404 പേർക്ക് രോഗബാധയും 3 മരണവും. ഖത്തറിൽ നിന്നും 203 പേർക്ക് രോഗബാധയും. ഒമാനിൽ നിന്ന് 172 പേർക്ക് രോഗബാധയും. ബഹ്റൈനിൽ നിന്നും 241 പേർക്ക് രോഗബാധയും 1 മരണവും റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട്ടിലെ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ശശികുമാറിനെ കടുവയുടെ ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യൂണിഫോം അഴിച്ചു വന്നാൽ പോലീസുകാരനെ ചവിട്ടിക്കൂട്ടുമെന്ന ഭീഷണിയുമായി CPM ഓഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം ദയാനന്ദൻ. ചമ്പാല സ്റ്റേഷനിലെ CPO വിശ്വനാഥനെതിരെയാണ് സഖാവിൻ്റെ ഭീഷണി. വൈകി ലഭിച്ച വിവരമനുസരിച്ച് ഫെബ്രുവരി 21 ഉപരോധം നീക്കിയില്ലെങ്കിൽ UN ആണവ വാച്ച് ഡോഗ് ഇൻസ്പെക്ടർമാരെ പുറത്താക്കുമെന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ്. കോവിഡിനെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ ചൂച്ചാസ് ഫോർ റിയാദ് മസാഫി വാട്ടർ.